സ്വാഗതം. കീം 2026 അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി ചുവടെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. വിവിധ സംവരണ വിഭാഗങ്ങൾക്കായുള്ള ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നോൺ ക്രീമി ലെയർ. പിന്നോക്ക വിഭാഗക്കാർ സംവരണം ലഭിക്കുവാൻ നിർദ്ദിഷ്ട നിബന്ധന പ്രകാരം നോൺ ക്രീമി ലെയർ മേൽത്തട്ടിലല്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കേണ്ടതാണ്. പ്രസ്തുത സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന രീതി അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു സമുദായക്കാരും അതായത് OEC സംവരണത്തിന് മേൽത്തട്ടിലല്ല എന്ന രേഖ നൽകിയിരിക്കേണ്ടതാണ്. ഓരോ തലത്തിലുമുള്ള സംവരണം ലഭിക്കുന്നതിന് പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ യഥാസമയം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പട്ടിക വിഭാഗക്കാർ തഹസീൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. MBBS, BDS എന്നിവയ്ക്ക് സർക്കാർ സീറ്റുകളുടെ 15% അഖിലേന്ത്യാ കോട്ടയായി നീക്കിവച്ചിരിക്കുകയാണ്. അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ് സർവകലാശാലകളിലെ കോഴ്സുകൾക്കും അഖിലേന്ത്യാ കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. സാമുദായിക സംവരണം സംസ്ഥാന മെറിറ്റ് 50%. സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് 10%, ഈഴവ വിഭാഗത്തിന് 9%, മുസ്ലിം വിഭാഗത്തിന് 8%, മറ്റു പിന്നോക്ക ഹിന്ദു 3%, ലാറ്റിൻ കാത്തലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് 3%, ധീവര വിഭാഗത്തിന് 2%, വിശ്വകർമ്മ വിഭാഗത്തിന് 2%, കുശവ വിഭാഗത്തിന് 1%, മറ്റു പിന്നോക്ക ക്രിസ്ത്യാനിക്ക് 1%, കുടുംബി 1%, പട്ടികജാതി 8%, പട്ടികവർഗം 8%, സാമുദായിക സംവരണം ആകെ 40%. പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ 70% സീറ്റ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കും 2% പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുമായിരിക്കുന്നതാണ്. സംവരണ സമുദായക്കാരിൽ ഉയർന്ന റാങ്കുകാരെ മെറിറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. ദമ്പതികളിൽ ഒരാളെങ്കിലും പിന്നോക്ക ജാതിയിൽപ്പെട്ട മിശ്ര വിവാഹിതരുടെ കുട്ടികൾക്കും സംവരണം ലഭിക്കുന്നതാണ്. പക്ഷെ ഇവരും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കേണ്ടതാണ്. പട്ടിക വിഭാഗ സംവരണത്തിന് വരുമാന പരിധിയില്ല. കേരളീയനെന്ന് തെളിയിക്കുവാൻ താഴെ പറയുന്നവയിൽ ഒരു രേഖ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ജനനം കേരളത്തിലാണെന്ന് കാണിക്കുന്ന SSLC പേജിൻ്റെ പകർപ്പ്, അല്ലെങ്കിൽ അച്ഛനമ്മമാരിൽ ആരെങ്കിലും ഒരാളുടെ കേരളത്തിൽ ജനിച്ചു എന്നുള്ള SSLC സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും, മകൾ അല്ലെങ്കിൽ മകൻ ആണെന്നുള്ള സർട്ടിഫിക്കറ്റും. വിദ്യാർത്ഥിയോ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചെന്ന് കാണിക്കുന്ന പാസ്പോർട്ട് പകർപ്പ്, അച്ഛൻ്റെയോ അമ്മയുടെയോ പാസ്പോർട്ടാണെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ്. സ്പോർട്സ് കോട്ട ലഭിക്കുവാൻ ഓൺലൈൻ അപേക്ഷയുടെ അക്നോളജ്മെൻറ്റ് പേജും പ്രസക്ത രേഖകളും സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുത്തിരിക്കേണ്ടതാണ്. NCC കോട്ടക്കാർ ഓൺലൈൻ അപേക്ഷയുടെ അക്നോളജ്മെൻറ്റ് പേജും പ്രസക്ത രേഖകളും ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കേണ്ടതാണ്. മെഡിക്കൽ, ഡെൻ്റൽ ഉൾപ്പെടെ ന്യൂനപക്ഷ പദവികളുള്ളവരടക്കം എല്ലാ സ്വകാര്യ സ്വാശ്രയ ഓട്ടോണമസ് കോളേജുകളിലെയും NRA സീറ്റുകളും ന്യൂനപക്ഷ കോട്ട സീറ്റുകളും അലോട്ട് ചെയ്യുന്നത് എൻട്രൻസ് കമ്മീഷണറാണ്. സൈറ്റിൽ പറഞ്ഞിട്ടുള്ള രേഖകൾ അപേക്ഷയുടെ ഭാഗമായി അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, വെറ്റിനറി സർവകലാശാലയിലെ ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി,
ഫിഷറീസ് സർവകലാശാലയിലെ ഫുഡ് ടെക്നോളജി ബിടെക് പ്രോഗ്രാമുകളിൽ പ്രവേശനം വേണ്ടവർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കേണ്ടതാണ്. പ്രവേശനത്തിനുള്ള മിനിമം യോഗ്യതയും മറ്റും ബിടെക്കിൻ്റേത് തന്നെയാണ്. സ്പെഷ്യൽ റിസർവേഷൻ ആഗ്രഹിക്കുന്നവരും എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കേണ്ടതാണ്. സൈറ്റിൽ നൽകുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വിദ്യാർത്ഥിയുടേതോ രക്ഷകർത്താക്കളുടേതോ ആയിരിക്കേണ്ടതാണ്. അപേക്ഷിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. ആകെ 5 റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 1 എഞ്ചിനീയറിംഗ്, 2 ആർക്കിടെക്ചറൽ, 3 ആയുർവേദമൊഴികെ മെഡിക്കൽ അനുബന്ധ കാർഷിക കോഴ്സുകൾ, 4 ആയുർവേദം, 5 ബിഫാം. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെയും 12ാം ക്ലാസ്സിലെ മാർക്കിനും തുല്യ വെയിറ്റ് നൽകി കൂട്ടിച്ചേർക്കും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് യഥാക്രമം 5:3:2 എന്ന തോതിൽ വെയിറ്റേജ് നൽകി കൂട്ടിയെടുത്ത് എൻട്രൻസ് മാർക്ക് കണക്കാക്കുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് അതേ സമയം തന്നെ കാണുവാൻ കഴിയുന്നതാണ്.